ഏജിങ് എന്ന് പറയുന്നത് ഒരു നോർമൽ അല്ലേ, നോർമൽ പ്രോസസ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ WHO ഒക്കെ ഡിഫൈൻ ചെയ്യുന്നതായാലും ഇറ്റ്സ് എ നോർമൽ അല്ലേ, ഫിസിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ബയോളജിക്കൽ പ്രോസസ്സ്, പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ പ്രോസസ്സ്, അതുപോലെ തന്നെ അതിനകത്തുണ്ടാവുന്ന ഒരു റിഡക്ഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനകത്ത് നോർമലി സംഭവിക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ശരിക്കും? ഉദാഹരണത്തിന് നമ്മൾ ഫസ്റ്റ് നമ്മുടെ മസിൽ മാസ് റിഡക്ഷൻ എന്നുള്ളൊരു സംഭവം സംഭവിക്കുന്നത്. നമ്മളെല്ലാവരും ഈ ഒരു പ്രായമാകുമ്പോഴത്തേക്ക് നമ്മുടെ മസിൽ മാസ്, ഞാൻ എന്താ ഈ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റ് പോകുന്നത് അവിടെയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. ബേസിക്കലി നമ്മുടെ മസിൽ മാസ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ മസിൽ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി അത് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ സംഭവങ്ങളിലാണ്. അപ്പോൾ മസിൽ മാസ് റെഡ്യൂസ് ചെയ്യുന്നു. ആ മസിൽ മാസ് റെഡ്യൂസ് ചെയ്യാതിരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യണം. ഒന്ന്, നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ളത്. ഡിസ്യൂസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു അട്രോഫി പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്രത്തോളം, അപ്പോൾ നമ്മൾ തന്നെ ഈ ഹെൽത്തി ഏജിങ് ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ഫങ്ഷണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എത്രത്തോളം പറ്റുമോ അതിൻ്റെ മാക്സിമം ഫങ്ഷണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താണ്, പ്രോട്ടീൻ. ഇപ്പോൾ ഡയറ്റുമായിട്ടല്ലേ പ്രോട്ടീൻ മസിൽ മാസ് കഴിയും. അടുത്തൊരു പ്രതിഭാസം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് കാൽഷ്യം ഡിപ്ലീഷനാണ്. ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള കാൽഷ്യത്തിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് കാൽഷ്യം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഇത് കൊടുക്കണം. ഇനി നമ്മുടെ അടുത്തൊരു സംഭവിക്കുന്നത്, നമ്മുടെ കാർഡിയോവാസ്കുലർ റെസ്പിറേറ്ററി റിസർവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയുന്ന സാധനം കുറയും. അപ്പോൾ അതിന് ഈ കാർഡിയോവാസ്കുലർ റെസ്പിറേറ്ററി കപ്പാസിറ്റി കുറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഒന്ന്, മസിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അത് വീക്കാവുന്നത് കൊണ്ടാവാം, നമ്മുടെ മറ്റ് അസുഖങ്ങൾ കൊണ്ടാവാം. പിന്നെ നമുക്ക് ഡിറ്റീറിയേഷൻ അല്ലെങ്കിൽ കുറവ് സംഭവിക്കാൻ പോകുന്ന മേഖല എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറിയും മറ്റുള്ള കാര്യങ്ങളാണ്. പിന്നെ സാറ് നേരത്തെ പറഞ്ഞ മസ്കുലോസ്കെലിറ്റൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഡയറ്റിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു എന്താണ് ഡയറ്റ്, ഇപ്പോൾ എല്ലാവരും നമ്മളെന്താണ് ഇപ്പോൾ കഴിക്കുക? അപ്പോൾ വേറൊരു രീതിയിൽ ചോദിച്ചാൽ, ഇതിൽ ഡയബറ്റീസ് ഇല്ലാത്ത എത്ര പേരുണ്ട്? ഇല്ല. ഹൈപ്പർ ടെൻഷൻ ഇല്ലാത്ത എത്ര പേരുണ്ട്? ഓക്കെ. എന്തെങ്കിലും അസുഖമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതെ, നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോൾ ഏകദേശം 60 വയസ്സിന് മേളിലുള്ള എൽഡർലി പോപ്പുലേഷൻ കേരളത്തിൽ ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിയർലി 60 lakhs അടുപ്പിച്ച് വരുമെന്നാണ് പറയുന്നതെന്ന് തോന്നുന്നത്. ഓൾമോസ്റ്റ് 17% അത് 2031 20% വരും എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഹെൽത്തിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അതിൽ 50% വ്യക്തികളിൽ എന്താണുള്ളത്? മൾട്ടി കോമോർബിഡിറ്റിയാണ്. അതായത് 2-ൽ കൂടുതൽ അസുഖങ്ങളുള്ള ആൾക്കാർ. ഈ പറയുന്നതിൽ 50% ആൾക്കാരിലും മൾട്ടിപ്പിൾ അസുഖങ്ങൾ ഉണ്ട്. ഓക്കെ. ഒന്നിൽ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും കാണും, അല്ലെങ്കിൽ ഡയബറ്റീസും കാർഡിയാക് ഡിസീസും കാണും, അല്ലെങ്കിൽ വൃക്ക സംബന്ധമായ അസുഖം ഉണ്ടാവാം, പിന്നെ റെസ്പിറേറ്ററി COPD, ആസ്മ പോലുള്ള അസുഖങ്ങളുണ്ടാവാം. മൾട്ടി കോമോർബിഡ് പ്രശ്നങ്ങളാണ് വരാൻ സാധ്യത. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറയുന്നത്, അതുകൊണ്ട് ഒരിക്കലും ഒരു ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് അത് വ്യക്തി അധിഷ്ഠിതമായിട്ടാണ് പോകേണ്ടത്. നമ്മൾ വ്യക്തി അധിഷ്ഠിതമായിട്ടായിരിക്കണം ആ ഡയറ്റ് പ്ലാൻ നമുക്ക് പോകേണ്ടത്. അല്ലാതെ ഒരു ജനറിക്കായിട്ട് നിങ്ങളിത് കഴിക്ക് എന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട്
സാധാരണ ഇതാരാ ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുക? ഡയറ്റീഷ്യൻസ് ഉണ്ടാക്കുക. അവരെങ്ങനെയാണ് ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത്? അവർ നമ്മുടെ മൊത്തത്തിൽ എല്ലാ ബയോകെമിക്കൽ പാരാമീറ്റേഴ്സും നമ്മുടെ ഫിസിക്കൽ പാരാമീറ്റേഴ്സും നമ്മുടെ ഡെയിലി കൺസപ്ഷൻ, നമ്മുടെ എന്താണ് നമ്മൾ കഴിക്കുന്നത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ക്രോഡീകരിച്ച് നമ്മുടെ അസുഖങ്ങൾ, ഇപ്പോൾ ഒരെണ്ണത്തിന് ഇത് കഴിക്കാം, പക്ഷെ മറ്റതിന് അത് കഴിക്കാൻ പറ്റില്ല. അപ്പം ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ഡയറ്റ് പ്ലാന് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ജനറിക്കായിട്ട് ഈ ഒരു പ്രായത്തിൽ ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഒരു ടെംപ്ലേറ്റ് തരും, ഇതൊക്കെ ആകാം. ബട്ട് നമ്മുടെ മറ്റുള്ള അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളും, ഇപ്പം ഉദാഹരണത്തിന് വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം, കിഡ്നിയുടെ പ്രശ്നം ഉണ്ടെങ്കിലോ നമ്മൾ കാർഡിയാക് ഫെയിലറോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അതങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇനി കാൽഷ്യം ഇഷ്ടം പോലെ കഴിക്കണം, റീനൽ സ്റ്റോൺസ് ഭയങ്കരമായിട്ട് ഉണ്ടാവാനും കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവാനുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമുക്കത് അങ്ങനെ നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളതൊരു ഓരോ വ്യക്തിക്കും സ്പെസിഫിക് ആയിട്ടുള്ള, ഇപ്പോൾ ഞങ്ങളെടുത്ത് ഓൾഡ് ഏജ് ഹോമിൽ ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾഡ് ഏജ് ഹോമിലെ പ്രശ്നം എന്താ? അവിടെ എല്ലാവരും ഉണ്ട്, പക്ഷെ പ്രശ്നം എന്താണ്? നമ്മളെ വീട്ടിൽ അടിയന്തരം നടന്നാലും, നമ്മളെ വീട്ടിൽ കല്യാണം നടന്നാലും, നമ്മുടെ വീട്ടിൽ നൂലുകെട്ട് നടന്നാലും, പാല് കാച്ചി നടന്നാലും ഒന്നുകിൽ അതിൻ്റെ ബാക്കി അവിടെ കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ അവിടെ നമ്മൾ സദ്യ. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ അത്? അപ്പോൾ അവിടെ ഉള്ളവർ ഈ പലതരത്തിലുള്ള അസുഖങ്ങൾ വന്ന് കിടക്കുന്നവരാണ്. പക്ഷെ അവരിപ്പം അവിടെ ഉള്ളവരെന്ത് ചെയ്യും? ഇത് ഇന്നത്തെ ദിവസം അവിടെ സ്പോൺസർഷിപ്പ്, അപ്പോൾ ഇന്ന് സദ്യ. അവിടെ ആരും കൺസിഡർ ചെയ്യുന്നില്ല അത്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അവിടെ സദ്യ കൊടുത്താൽ ഒരു ഡയബറ്റിക് ആയിട്ട് കിടക്കുന്ന എത്ര 4 കൂട്ടം പായസം കൊടുത്ത് ഇന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? അവരൊന്ന് അർമാദിച്ചോട്ടെ, നമ്മുടെ കണക്കായിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നു. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ദ്രോഹമാണ്, ഇല്ലേ? നമ്മൾ ചെയ്യുന്ന ദ്രോഹമല്ലേ? അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു സാധനം അതാണ്. നമ്മൾ എൽഡർലി ഹോംസ്, ഇനിയിപ്പം ഒരുപാട് എൽഡർലി ഹോംസ് വേണ്ടി വരും, സംശയമൊന്നുമില്ല. കാര്യം നമ്മുടെ മക്കളും അല്ലെങ്കിൽ എല്ലാവരും പല സ്ഥലത്തായിരിക്കും. ഇപ്പം ലോൺലിനെസ് ഇപ്പം തന്നെ എല്ലാവരും ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് എന്നാണ് പറയുന്നത്. എന്നെക്കാലം നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയായിരിക്കും ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പോഴേ നമ്മളത് ചെയ്തില്ലെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഇപ്പം ഉള്ളവരടുത്ത് പോലും നിങ്ങൾ ഫ്രീ ആയിട്ടൊന്നും കൊണ്ട് തരണ്ട. പക്ഷെ അഥവാ തരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? കറക്റ്റായിട്ട് കൊടുക്കണം, പണമായിട്ട് കൊടുക്കുക. അത് അവിടെ, പക്ഷേ അത് അടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. അവിടെ കൃത്യമായിട്ട് കൊടുക്കുന്ന രീതിയിൽ ഓരോരുത്തർക്കും ഓരോ ഡയറ്റാണ് വേണ്ടത്. ഈ ഷുഗറും പിടിച്ച് പല അസുഖം കിടക്കുന്നവന് നമ്മുടെ പായസം എന്തിനാണ് കൊണ്ട് കൊടുക്കുന്നത്? അത് നിങ്ങളുടെ എവിടെയെങ്കിലും ചർച്ചയിൽ വരുമ്പോൾ, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി, ഫുഡ് സേഫ്റ്റി, അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പം ഞാനിപ്പോൾ എൽഡർലി ഹോംസ് പറയുകയാണെങ്കിൽ അവിടുത്തെ കിച്ചൺ നമ്മൾ പരിശോധിക്കണം. അവർ മന്ത്ലി ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ ഇല്ലേ, ഈ ഇൻഗ്രീഡിയൻസ് കറക്റ്റാണോ ഇല്ലേ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഒരു ഡയറ്റ് പോളിസി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഓൾഡ് ഏജ് ഹോം, എൽഡർലി ഹോംസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ അത് ഇതാണ്. ഇപ്പോൾ സാറിപ്പോൾ ഞാൻ കൂടുതൽ പറയാൻ എനിക്ക് പറ്റാത്തതാണ്, നിങ്ങൾ എന്തും കഴിച്ചോളാൻ പറയാം എൻ്റെ അടുത്ത് വന്നപ്പോഴേ പറഞ്ഞു. അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച്, പക്ഷേ എങ്കിൽ പോലും ഈ ഒരു സംഭവത്തിൽ ഒന്ന് ഇടപെടണം. അത് നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു കാര്യമാണ്. ഇപ്പം ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാം. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടെ ഡയബറ്റീസ് ഉള്ളവർ കൈപൊക്കി. ഇതിൽ എത്ര പേരുടെ ഡയബറ്റീസും ഷുഗറും നിയന്ത്രണ വിധേയമാണ്, കൺട്രോളിലാണ്? സാറിന് കാര്യം 2 പേരെ കണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 2018 അച്യുതമേനോൻ സെൻറ്റർ നമ്മളിവിടുത്തെ ശ്രീത്ര സ്റ്റഡി അനുസരിച്ച് 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ 16 പേരുടെ പ്രഷർ മാത്രമാണ് എന്തിലുള്ളത്? നോർമലായി കൺട്രോളിലായിട്ട്. മരുന്ന് കഴിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ പല കാരണങ്ങളുണ്ടാണ് അതിന്. ഡയബറ്റീസ് എടുത്തു കഴിഞ്ഞാൽ 13% ആൾക്കാരുടെയാണ് കൺട്രോൾ. അപ്പോൾ ആലോചിച്ചാണ് ഇന്ന് കേരളത്തിൻ്റെ കമ്മ്യൂണിറ്റി കൺട്രോൾ, അതായത് കേരളത്തിൽ ആകെ മൊത്തം പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ 10% താഴെ ഉള്ളൂ നിയന്ത്രണ വിധേയമായിട്ട് ഉള്ളത്.
പക്ഷെ നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നമ്മളിലേക്ക് വരുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സ്പെഷ്യൽ പ്രോഗ്രാം വെച്ച് നമ്മുടെ ആൾക്കാരെ കൊണ്ട് അവരെ ഫോളോ അപ്പ് ചെയ്ത് അവർ മരുന്ന് കഴിക്കുന്ന ഉറപ്പാക്കി അങ്ങനെ ഒരു 40% കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് എല്ലാവരും വരില്ല. നമ്മുടെ ആശുപത്രിയിൽ വന്ന് മരുന്ന് മേടിക്കുന്ന ആ ഏരിയയിലുള്ളവർ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് തടസ്സം, അതും നമ്മൾ ചിന്തിക്കണം നമ്മൾ ഈ ഡയറ്റ് പറയുമ്പോൾ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ലൈഫ് സ്റ്റൈൽ ആരും ഇത് ഫോളോ ചെയ്യുന്നില്ലെന്നാണ്. ഇന്ന് തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കടകളുടെ ഒരു ബാഹുല്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. ഇപ്പം നമ്മൾ അറേബ്യൻ ഫുഡ്സ് എല്ലായിടത്തും ഉണ്ട്. ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്ന ജാപ്പനീസ് ഫുഡ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതുപോലെ തന്നെ കൊറിയൻ ഫുഡ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അത് എത്ര ഇതിലാണ് തുറക്കുന്നത്. ചായക്കട നമ്മൾ കാണുന്നില്ലേ? ഇപ്പം ഇവിടെ മലബാർ ബൈറ്റ്സ് ഒക്കെ ഉണ്ട്, നമ്മൾ പേര് ഞാൻ പറയാനില്ലെങ്കിലും. പക്ഷെ നമുക്കറിയാം ഏത് ഏരിയയിൽ പോയി നോക്കിയാലും എന്തൊരു ക്യൂ ആ. നമ്മൾ വീട്ടിലൊന്നും ഒന്നും ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ഫുഡ് ആ ഒരു സംസ്കാരം മാറി വരുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇത് അവയർനെസ്സിൻ്റെ കുഴപ്പമല്ല. ഞാനിന്ന് ഇവിടെ ക്ലാസ് എടുത്തൊന്നും പറഞ്ഞ് വലിയ മാറ്റങ്ങളൊന്നും ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. പക്ഷെ പ്രാക്ടീസിലാണ് പ്രശ്നം. നമ്മളെല്ലാവരും, മലയാളികളെല്ലാവരും ഓൾമോസ്റ്റ് അവെയറാണ് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും. ഇപ്പോൾ ഫാറ്റി ലിവർ, വളരെ നമ്മുടെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, മദ്യപിക്കാത്ത ആൾക്കാരിൽ നടക്കുന്ന ഫാറ്റി ലിവറിൻ്റെ ഒരു തോതെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അൾട്രാസൗണ്ട് ചെയ്ത് നോക്ക്, നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നും പറഞ്ഞ് നടക്കും. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ റീസൺ ഡയറ്റും ഫിസിക്കൽ ആക്ടിവിറ്റി, 2 കാര്യങ്ങളാണ്. ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ കുറവും ഡയറ്റിൻ്റെ ഈ പറഞ്ഞ നമ്മുടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കഴിക്കുന്നതിൻ്റെ ഒരിത്. അപ്പോൾ കൺട്രോളിലാക്കാൻ എന്ത് ചെയ്യും? നമ്മൾ മരുന്ന് കഴിക്കുക. മരുന്ന് കഴിച്ചാൽ മാത്രം കൺട്രോൾ ആവുമോ? നമുക്ക് വേണം ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്ലസ് ഡയറ്റ്. ഇപ്പോൾ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ വിചാരം മരുന്ന് കഴിച്ചാൽ കൺട്രോളിൽ ആവും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മരുന്ന് കഴിയുമ്പോൾ കുറഞ്ഞ് നിൽക്കും. പക്ഷെ നമ്മുടെ റിസ്ക് ഫാക്ടർ അപ്പുറത്ത് വീണ്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്തുകൊണ്ടാണ് നമുക്കിത് വന്നത്? മറ്റ് റിസ്ക് ഫാക്ടർ അപ്പുറത്തുണ്ട്. ആ റിസ്ക് ഫാക്ടറും ഉണ്ട്, നമ്മൾ അതിനൊപ്പം മരുന്നും കഴിക്കും. പുകവലി എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു ഇതിലാകുമ്പോൾ നിർത്തിക്കാണും. ഈ പുകയും വലിക്കും. ഇപ്പോൾ ആസ്മ, COPD രോഗമുള്ളവരൊക്കെ കാണും. പുകയും പഠിക്കും, ചിലപ്പോൾ ഇൻഹേലറും വലിക്കും. എന്ത് വ്യത്യാസമാണ് വരാൻ പോവുക? അപ്പോൾ ആ റിസ്ക് ഫാക്ടർ നമ്മൾ അവിടെ കുറച്ചേ പറ്റൂ. അത് എങ്ങനെ കുറയ്ക്കും? നമ്മളെ ഡയറ്റിലാണ് പ്രശ്നമെങ്കിൽ നമ്മൾ ഡയറ്റിൽ ഇത് ചെയ്യണം. ഞാൻ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ജനറിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തി പ്ലേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമായിരിക്കും അല്ലേ? ഇപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഭാഗത്ത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമ്മൾ ചോറ് നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മൾ മലയാളി ചോറും ശരിക്കും കറി കൂടുതലെടുക്കുന്നതിന് പകരം നമ്മൾ ചോറ് കൂടുതലെടുക്കുകയും കറി കുറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരു ഹാഫ്, ഇപ്പം 500 ഗ്രാം എടുക്കാൻ ഒരു കിലോ ആണ് നമ്മുടെ ഇതെങ്കിൽ 500 ഗ്രാം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരു സൈഡ്. ഇപ്പുറത്തെ സൈഡ് മേൽഭാഗത്ത് എന്തായിരിക്കും? കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ്. അത് എന്തോ ആവാം, നമ്മൾ ധാന്യങ്ങൾ, അതും നമ്മുടെ ബ്രൗൺ റൈസ് പോലുള്ള കുറച്ചുകൂടെ ഫൈബർ റിച്ച് കണ്ടന്റ്. ഈ സാറ് നേരത്തെ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള പഴങ്ങളും വെജിറ്റബിൾസും തന്നെ നമ്മൾ കഴിക്കേണ്ടി വരും. അവിടെ അങ്ങനെയുള്ള കുറച്ച് സിറിയൽസ് അതുപോലുള്ള കാര്യങ്ങൾ, പ്രോട്ടീൻ, ഇത് എല്ലാം കൂടെ ഒരു ഭാഗത്തും കാർബോഹൈഡ്രേറ്റ്. ഇതാണ് നമ്മുടെ പ്ലേറ്റ്. അതിനകത്ത് കുറച്ച് നട്ട്സ് വരും. ഈ നട്ട്സ് കഴിക്കാൻ പറഞ്ഞുള്ള പ്രശ്നം എന്താണ്? നമ്മൾ പിന്നെ നട്ട്സേ കഴിക്കുള്ളൂ. എല്ലാത്തിനും എന്താണ് ബേസിക് സാധനം, എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണമെന്നുള്ളതാണ്. എന്തും കഴിക്കാം, പക്ഷേ ദർ ഷുഡ് ബി എ ലിമിറ്റ്. അപ്പോൾ ഇത് നല്ലതാണ്, ഓട്സ് നല്ലതാണ്. പിന്നെ ഓട്സ് മാത്രമാണ് എനിക്ക് രാവിലെയും വൈകിട്ടും. പക്ഷെ അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ക്വാണ്ടിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്.
അപ്പോൾ ആ നട്ട്സ് കഴിക്കാമെങ്കിൽ കുറച്ച് നട്ട്സേ അത്ര നമ്മളൊരു 4-5 നട്ട്സ് ഒരു ദിവസം കഴിക്കാം. അതിന് പകരം നമ്മളൊരു പാക്കറ്റ് കപ്പലണ്ടി കഴിച്ചുകൊണ്ടിരുന്നാൽ ഏകദേശം മറ്റേതിൻ്റെ എഫക്റ്റ് തന്നെ ഫൈനലി വരും. ഇനി ഈ കഴിക്കുന്നത് എന്ത് ചെയ്യണം? കഴിച്ചുണ്ടാവുന്ന സാധനം ഉപയോഗിക്കണം ഇല്ലേ? അല്ലെങ്കിൽ അത് ഫാറ്റായിട്ട്. അപ്പോഴാണ് സാറ് പറഞ്ഞത് ഇപ്പം നടക്കാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ പക്ഷെ നമ്മൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്ത് എക്സസൈസ് ചെയ്യും? എക്സസൈസ് ചെയ്യാൻ നമ്മൾ പറയും ഇല്ലേ? എന്ത് എക്സസൈസ് നമ്മൾ ചെയ്യും? ഓ അപ്പോൾ അതിനകത്ത് നടക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് ഓടി നടക്കണം നിർബന്ധമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേസിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ക്ലാസ് എടുത്ത് എനിക്കറിയില്ല. പേസിങ് എന്നൊരു സാധനമുണ്ട്. ഗ്രാജുവൽ പേസിങ് ആയിരിക്കണം. ഇപ്പം എനിക്ക് ഇന്നിപ്പോൾ ഇത് ഇത്രയും നടക്കാൻ പറ്റും. പക്ഷെ ഇത്രയും ഇവിടെ നിന്ന് ഇതുവരെ നടക്കാൻ പറ്റും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടുവരുന്ന എന്താണെന്നറിയോ? നടന്നു കഴിയുമ്പോൾ എന്തുണ്ടാവും? ശ്വാസം മുട്ടലോ കിതപ്പോ ഒക്കെ ഉണ്ടാകുമ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നിർത്തിയിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കും. കാര്യം പിന്നെ കാര്യം നമുക്കറിയാം ഇനി നടന്ന പിന്നെ പിള്ളേരെ ബുദ്ധിമുട്ടിക്കണം, ഇനി ആരെങ്കിലും അവരെയൊക്കെ കാണണം. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യും തോറും പ്രശ്നം എന്താ പറ്റുക? നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ ചുരുങ്ങി പൊയ്ക്കൊണ്ടിരിക്കും. അതായത് നമ്മുടെ മസിൽ മാസും ആക്ടിവിറ്റി ഇല്ലാതെ വരുമ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കും. അതിന് പകരം നമ്മൾ ചെയ്ത ഗ്രേഡഡ് എക്സസൈസ്. ഇന്നിപ്പോൾ ഒരു 5 മീറ്റർ നടന്നെങ്കിൽ നാളെ അത് 10 മീറ്റർ ആയാൽ മതി. നാളെ 1 കിലോമീറ്റർ നടക്കാൻ നമ്മൾ ശ്രമിക്കണ്ട. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിങ്ങനെ കൂടി വരും. ഇതിൻ്റെ ഇതാണ് ഫങ്ഷണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ മസിൽ മാസിനെയൊക്കെ നമ്മൾ ഇത് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എക്സസൈസ്, എയറോബിക് എക്സസൈസ് എന്ന് ഇപ്പോൾ നമ്മൾ ഒരുപാട് എനിക്ക് യൂട്യൂബൊക്കെ നോക്കിയാൽ അറിയാം. നമ്മൾ ചെയറിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സസൈസാണ്. ഒന്നും വേണ്ട. ഇവിടെ ഇപ്പോൾ എൻ്റെ ഈ ബുക്ക് കിട്ടി, ഇച്ചിരി വെയിറ്റുള്ള ബുക്കാണെങ്കിൽ ഞാൻ ചെയറിൽ ഇരുന്നിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ തന്നെ എന്തായി? ദിസ് ഈസ് എ എക്സസൈസ് ഫോർ ബൈസെപ്സ്. ഇതുപോലെ കാലിലുമുണ്ട്. എവിടെയെങ്കിലും ബലം പിടിച്ചെഴുതിക്കാം. ഇനി ഒന്നും വേണ്ട, ഭിത്തിയിൽ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വെറുതെ എന്താ അവിടെയും നമ്മുടെ മസിലിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ എക്സസൈസ് മതി. അത് ഡിപ്പെൻസ്. നമുക്കിപ്പോൾ നല്ല നടക്കാൻ പറ്റുന്നൊരു ധൈര്യമായിട്ട് നടക്കാം. ഇനി ശ്വാസം മുട്ടൽ വരുമ്പോൾ എന്താണ്? നമ്മൾ ശ്വാസം മുട്ടലെന്ന് വെച്ചാൽ എന്താ? അതായത് നമുക്കൊരു ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് വരുന്നതാണ് ശ്വാസം മുട്ടൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഓക്സിജനും വേണം, ന്യൂട്രിയൻസും വേണം. ഇപ്പോൾ നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എയർ പൊല്യൂഷൻ എന്നൊരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ട്. നമ്മൾ പണ്ട് പുകവലിച്ച് ഇപ്പോഴും പുകവലിച്ചേണ്ട ആൾക്കാരുണ്ട്. ഈ വലിക്കുന്ന പുകയൊക്കെ എവിടെ പോകും? അതും പോവും. നമ്മുടെ അകത്ത് പോകുന്ന എവിടെയാണ് പോണേ? ലങ്സിൽ പോവും. ഒരു സിഗരറ്റ് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. ഒരു സിഗരറ്റിൽ ഏകദേശം 7000-ലധികം കെമിക്കൽസ് ഉണ്ട് ഒരു സിഗരറ്റിൽ. ആ 7000 കെമിക്കൽസിലും ഏകദേശം ഈ എന്താ പറയുക, ക്യാൻസറസ് ആയിട്ടുള്ളത് നമ്മളൊരു 70ഓളം ക്യാൻസറസ് സാധനങ്ങളുണ്ട്. നമ്മളെപ്പോഴും നിക്കോട്ടിൻ എന്ന് പറയാറുണ്ട്. നിക്കോട്ടിൻ ഈസ് ആൻ അഡിക്റ്റീവ് സാധനമാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് ടാറോ ഇതില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ഈ വലിക്കുന്ന പുക എവിടെയാ പോകുന്നത്? നമ്മുടെ ലങ്സിൽ പോകും. നമുക്ക് എല്ലാവർക്കും അറിയാം ശ്വാസകോശ സ്പോഞ്ച് പോലെയാണെന്നൊക്കെ പറഞ്ഞു. ലങ്സിൽ നമ്മുടെ അറകളുണ്ട്, ആൽവിയോളെ. ഇങ്ങനെ എഴുതാൻ ആൽവിയോളെ. ഈ ആൽവിയോയുടെ ഇവിടെയാണ് നമുക്ക് ഇവിടെ കുറേ രക്തക്കുഴലുണ്ട്, ചെറിയ രക്തക്കുഴലുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ മെറ്റബോളിക് പ്രോസസ്സ്, ബോഡിയിലെ പ്രോസസ്സ് കഴിഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡ് ഈ ചെറിയ രക്തക്കുഴലിൽ കൂടെ, ഇതൊരു തിൻ മെംബ്രെയിനാണ്. രക്തക്കുഴലിൽ എവിടെ എത്തും? ഇപ്പുറത്തെ സൈഡിലെത്തും. ഇവിടെ നിന്ന് ഓക്സിജൻ ഇവിടെ എത്തും. എന്നിട്ട്
ഒരു ഡിഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞൊരു ട്രാൻസ്പോർട്ട് നടക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ വരും, അത് വെളിയിലോട്ട് പോകും, ഓക്സിജൻ കയറി അകത്ത് പോകും. പക്ഷെ നമ്മൾ ഈ വലിച്ചു വിടുന്ന ഈ പുകയെല്ലാം കൂടെ കൊണ്ടുപോയി ഇവിടെ അടിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? അതായത് ഇങ്ങനെ ഇരിക്കല്ലേ, അറ ഇരിക്കല്ലേ, അവിടെ ഇതെല്ലാം നമ്മൾ ടാറ് പിടിച്ചിരിക്കുകയാണ്. ഈ പുകയെല്ലാം അടിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ചിമ്മിനിയിൽ പുക നമുക്ക് എല്ലാവർക്കും അറിയാം, അത് നമുക്ക് വേണമെങ്കിൽ തൂത്ത് കളയാം. ഇതെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഭാഗം സ്ലോലി അവിടെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് എത്രത്തോളം നമ്മുടെ ഈ ലങ്സിൻ്റെ പ്രത്യേകത അറിയാമോ? ശ്വാസകോശത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് തുറന്നിരിക്കുന്ന ഓപ്പണിംഗ് ഉള്ള ഏറ്റവും ഒരേ ഒരു ആന്തരിക അവയവമാണ് ശ്വാസകോശം. അത് ഈ വഴി കൂടെ പോകുന്ന, ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ശ്വസിക്കുന്നതായാലും നമ്മൾ ഏകദേശം ഒരു ദിവസം ഏകദേശം 11,000 ലിറ്ററിലധികം വായു ശ്വസിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഏതിലേക്ക് പോകും? ലങ്സിലേക്ക് പോകും. അതിൽ ഈ പാർട്ടിക്കിൾ സൈസ് ഉണ്ട്, ചെറിയ ചെറിയ സൈസുള്ള സാധനങ്ങൾ. ഈ ഇച്ചിരി കൂടിയ സൈസുള്ളതൊക്കെ നമ്മൾ വെളിയിലോട്ട് ശ്വാസം വിടുമ്പോഴൊക്കെ ഇത് വരും. പിന്നെ നമ്മുടെ മൂക്കിൽ മുടി തന്നിരിക്കുന്നത് എന്തിനാ? ഇത് ഒബ്സ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയാണ്, കുറേയൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടിയാണ്. എല്ലാം നമ്മുടെ ബോഡിക്കൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഉണ്ടല്ലോ. അപ്പോൾ മൂക്കിൽ നിന്ന് മുടി അത് പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷെ ചെറിയ പാർട്ടിക്കിൾ സൈസ് 10 സാധനമുള്ള താഴെയുള്ളതെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ ഇതിൽ പതിയെ ഇങ്ങനെ ഗുരുത്വാകർഷണം കൊണ്ട് പതിയെ ലങ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ അറകളിലെല്ലാം കോട്ടിങ് വരുന്നു, അവിടെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാ ബോഡിക്കും, നമ്മുടെ ശരീരത്തിൻ്റെ ഹാർട്ട് അറ്റാക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഹാർട്ടിൻ്റെ മസിലിലേക്ക് ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ ഓക്സിജനും ന്യൂട്രിയൻസും കുറയുന്നു. സ്ട്രോക്ക് എന്താണ്? ബ്രെയിനിലേക്കുള്ള സപ്ലൈ ഇത് പോകുമ്പോൾ ഓക്സിജനും ഇതും കുറയുന്നു. കിഡ്നിയിലായാൽ പോലും അത് തന്നെ, എല്ലാ അവയവങ്ങൾക്കും ഇത് വേണം. ഇതിൻ്റെ ഷോർട്ടേജ് വരുമ്പോൾ ആണ് പ്രശ്നം. അപ്പോൾ ഓക്സിജൻ കിട്ടാതെ വരുന്നു. ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ നമുക്കിപ്പോൾ നടക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യും? ഓക്സിജൻ ഇല്ല. നമുക്ക് നടക്കണമെങ്കിൽ എന്തെങ്കിലും എക്സസൈസോ എന്തെങ്കിലും അനങ്ങണമെങ്കിലോ എന്തെങ്കിലും കൂടുതൽ ചെയ്യുമ്പോൾ കൂടുതൽ ഓക്സിജൻ ആവശ്യം വരും. കൂടുതൽ കടുത്ത പണി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഓക്സിജൻ ആവശ്യം വരും. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? ഈ ഓക്സിജൻ കുറവായതുകൊണ്ട് കൂടുതൽ വായു അകത്തോട്ട് വലിച്ചു കയറ്റും. അതാണ് പിന്നെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ ശ്വാസം മുട്ടലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട്, ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നതാണ്, പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട്. എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഡയറ്റ് പറഞ്ഞാലും ഫിസിക്കൽ ആക്ടിവിറ്റി പറഞ്ഞാലും ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ, ഇപ്പോൾ നമ്മൾ കുറേ റിസ്ക് ഫാക്ടേഴ്സ് 5 റിസ്ക് ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളോ ഹാർട്ട് ഡിസീസോ, ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് ഹാർട്ട് ഡിസീസാണ്. രണ്ടാമത് വരുന്നത് COPD ആണ്, മനസ്സിലായി. പിന്നെ മൂന്നാമത് സ്ട്രോക്ക്. ഇങ്ങനെയാണ് വരുന്നത്. ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് എയർ പൊല്യൂഷനാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പോൾ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നത് എന്താണ്? പുകയും പൊടിയും. എവിടത്തെ പുകയും പൊടിയും? നമ്മുടെ ചുറ്റുമുള്ള പുകയും പൊടിയും. പക്ഷേ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പുകയും പൊടിയും നമ്മൾ എടുക്കുന്നത് നമ്മുടെ വീട്ടിനകത്താണ്. ഇൻഡോർ എയർ പൊല്യൂഷനാണ് നമ്മളെ കൂടുതൽ ബാധിക്കുന്നത്. ഔട്ട്ഡോർ ഉണ്ട്, പക്ഷെ നമ്മൾ വീട്ടിൽ പോയാലും എന്തൊക്കെയാണ് കാരണം? മിക്കവാറും ഇപ്പോൾ എല്ലായിടത്തും AC ആയി, ജനലുകളിലൊക്കെ അടച്ചിടും. കൊതുകുള്ളത് കൊണ്ട് നമ്മൾ വീടിൻ്റെ പിന്നെ ഇപ്പോൾ പാമ്പും മറ്റ് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് അതും നമ്മൾ തുറക്കൂല. എല്ലാ സാധനവും നമ്മൾ കുക്കിംഗ് ആയാലും. അപ്പോൾ ഈ പുറത്ത് പോകാത്തപ്പോൾ എന്ത് പറ്റും? അടച്ചിട്ടിരിക്കുന്നിടത്ത് എൻക്ലോസ് സ്പേസിൽ ഇതെല്ലാം കിടക്കുവാണ്. ഇനി ഒരാൾ വീട്ടിനകത്ത് നിന്ന് പുക വലിച്ചാൽ അവിടെ കിടക്കും, അങ്ങ് പറന്നൊന്നും പോകത്തില്ല. അത് അതിനകത്ത് തന്നെ ഉണ്ട്. അവിടെ ചുറ്റുമുള്ളവരും കൂടെ ഉള്ളവരും എല്ലാവരും, കൊച്ചു പിള്ളേരും എല്ലാവരും വലിച്ചു തന്നെ എടുക്കും, അല്ലേ? ഇനി പൂജാമുറി, ഞാൻ പറയുമ്പോൾ വേറൊന്നും ചിന്തിക്കരുത്. പൂജാമുറി നമ്മൾ ഒരുപാട് ശാമ്പ്രാണിത്തിരിയും ഒരുപാട് സാധനങ്ങളും വച്ച് കത്തിക്കും. എങ്ങോട്ടാ പോണേ? അതിനകത്തുണ്ട്. ഇതെല്ലാം നമ്മുടെ എവിടെ വലിച്ചു കയറ്റണേ? മാഡം അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ പറയുക. നമ്മൾ വിചാരിക്കും, പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നം സ്ത്രീകൾക്കാണ്.
നടക്കുമ്പോൾ ഒരു നമ്മൾ ചെറുതേ തുടങ്ങുമ്പോൾ ആയിപ്പൊക്കെ തുടങ്ങുമല്ലോ. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് പ്രശ്നം വരെ? അവർ കിച്ചൺ അടുക്കളയിൽ അവരല്ലേ ഏറ്റവും കൂടുതൽ അടുക്കളയിൽ നിൽക്കും. ഇനി ഭർത്താവോ ആരോ വലിക്കുകയാണെങ്കിൽ അതും വലിച്ചു കയറ്റും, എല്ലാം പറ്റും. പക്ഷെ നമ്മൾ അറിയാതെ പോകുന്ന സാധനമാണ് ഇൻഡോർ എയർ പൊല്യൂഷനാണ് നമ്മുടെ ബേസിക് പ്രശ്നം. പിന്നെ നമ്മൾ പറമ്പിലിട്ട് കത്തിക്കുന്ന പരിപാടി ഇപ്പോൾ ഒക്കെ കുറേ കുറവുണ്ടെന്ന് തോന്നുന്നു, സ്റ്റിൽ അതുണ്ടാവും അല്ലേ. അപ്പോൾ ഈ എയർ പൊല്യൂഷൻ ഞാനീ പറഞ്ഞതാണ് നടക്കുന്നത്. എയർ പൊല്യൂഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ നേരത്തെ പറഞ്ഞ ലങ്സിൻ്റെ അതേ പ്രോസസ്സ് ഇതിനകത്ത് നടക്കുവാണ്. കാര്യം വലിച്ചു വിടുന്നു, നമ്മളത് വലിച്ചു കയറ്റുന്നു, ഇത് നമ്മുടെ ഇവിടെ ഓക്സിജൻ്റെ അറകളിൽ പോകുന്നു, ഓക്സിജൻ ട്രാൻസ്പോർട്ട് കുറയുന്നു. അപ്പം നമ്മൾ മറ്റ് റിസ്ക് ഫാക്ടറും കൂടെ ഉള്ളൊരു വ്യക്തിയാകുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു, നമുക്ക് കിഡ്നിയുടെ ഇത് വരുന്നു, സ്ട്രോക്ക് വരുന്നു. ഇങ്ങനെയുള്ള എല്ലാത്തിലേക്കും നമ്മൾ ചെന്നു. ഇനി വേറൊരു സാധനം കൂടെ ഉണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇത് ചെയ്യുന്നൊരു സാധനമുണ്ട്. അതാണ് നമ്മുടെ കാറ്. എത്ര നാൾ കൂടുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യും? അതിനകത്തെ പൊടി ഏറ്റവും കൂടുതൽ നമ്മൾ ഇല്ലേ, നമ്മളിപ്പോൾ ഡെയിലി ക്ലീൻ ഉണ്ടവരുണ്ടാവും. അത് പക്ഷെ എല്ലാവരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് എനിക്കറിയാം, നമ്മുടെ സമയകാര്യം കൊണ്ട്. പക്ഷെ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ, 3 ആഴ്ച കൂടുമ്പോൾ, അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ ഇത് ചെയ്യാൻ പോകും. അതുപോലെ തന്നെ സാറ് ഇപ്പോൾ ഇരുന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സ്പ്രേ. അങ്ങ് വാരി അടിച്ച് പൂശുവാണ്. പക്ഷെ ഇതെല്ലാം എവിടെ നിൽക്കുന്നത്? നമ്മുടെ വീട്ടിനകത്ത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാനീ പറഞ്ഞു വരുന്നത്, നമ്മൾ ഡയറ്റിനെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നെങ്കിലും ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണ്. നീ നിർത്താൻ പറയാം, നാളെ വീട്ടിൽ പോയിട്ട് സ്പ്രേ അടിക്കരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം പറയണം. നീ ഒരു കാര്യം ചെയ്ത് പുറത്തിറങ്ങിയിട്ട് പോയി അടിച്ചോളാൻ പറയണം. ഏത് സാധനം. ഇനി നമുക്ക് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പോൾ ഗ്യാസ് ഇപ്പോൾ ഷോർട്ടേജ് ഉണ്ട്. ഗ്യാസ് ഉള്ളപ്പോൾ മറ്റേ വേവിൻ്റെ ഇതും പറഞ്ഞിട്ട് വിറകും കൂടെ സൈഡിൽ കൂടെ കത്തിക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനെ ലാഭം. ഇപ്പോൾ സിറ്റിക്കകത്ത് അങ്ങനെ ഒരുപാട് ഇല്ലെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ എന്താണ്, അവർക്ക് ഗ്യാസും കാണും, അതവിടെ ഒരു സൈഡിലങ്ങ് വെച്ചിരിക്കും. പക്ഷേ ഈ വിറകടുപ്പും കൂടെ അപ്പോൾ ഇതും അടിച്ച് കയറ്റിക്കൊണ്ട് നമ്മൾ കുറച്ച് ലാഭം നോക്കുന്നത് പിന്നീട് നമുക്ക് ഡേഞ്ചറസ് ആയിട്ട് വരും. അപ്പോൾ അഥവാ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ സ്പേസിലായിരിക്കണം നമ്മൾ ചെയ്യുക. ഞാനിത് പറഞ്ഞത് ഇതിപ്പോൾ നാളെ പോയി ഇപ്പോൾ നമ്മൾ സ്പ്രേ അടിക്കാതിരിക്കുമോ അങ്ങനെ ഉള്ളതല്ല. പക്ഷേ ഇതെല്ലാം നമ്മുടെ, അല്ലെങ്കിൽ വെന്റിലേഷൻ ഉറപ്പുവരുത്തണം. വെന്റിലേഷൻ ഉറപ്പുവരുത്തണം. നമ്മുടെ വീടുകളിൽ വെന്റിലേഷൻ നമ്മളെപ്പോഴും ഒരു ക്രോസ് വെന്റിലേഷൻ പറയും. അപ്പോൾ വിൻഡ് വന്നിട്ട് ഈ സൈഡിൽ കൂടെ അടിച്ച് അപ്പുറത്തോട്ട് പോകുന്ന രീതിയിൽ അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് ഒക്കെ നോക്കി ചെയ്യുന്നവർ ഉണ്ടാവും. വെന്റിലേഷൻ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ റിസ്ക് ഫാക്ടേഴ്സ്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഡയറ്റിനോടൊപ്പം തന്നെ, ഇപ്പോൾ ഡയറ്റിൽ ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്ന ഡയറ്റിലെ പോയിന്റ് എന്ന് പറയുന്നത് അത് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീക്വൻസി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമുക്ക് ഈ എൽഡർലി പോപ്പുലേഷന് നമ്മളിപ്പോൾ എപ്പോഴും പറയുന്നത് എന്താണ്, സ്മോൾ മീൽസ് എന്നാണ്. നമ്മൾ ഒരു വാരി വലിച്ച് ഒറ്റ നേരം കഴിക്കാതെ ഇപ്പോൾ ഡയബറ്റിക് ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ഷുഗർ ലെവൽ ഒരു സ്റ്റഡി ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള, ഇന്ന് 11 മണിക്ക് ചെറിയൊരു, അപ്പോൾ 11 മണിക്കും പക്ഷേ ഹെവി ആയിട്ട് കയറി കഴിക്കരുത്. അടുത്ത ഉച്ചയ്ക്ക് കഴിക്കുക, അതിനുശേഷം അടുത്ത ഈവനിങ് സ്നാക്ക് ഉണ്ടെങ്കിൽ. പക്ഷേ ക്വാണ്ടിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫ്രീക്വൻറ്റ് മീൽ, ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻറ്റ്. പ്രോട്ടീൻസ്, നമ്മുടെ ഒരുപാട് പ്രോട്ടീൻ പൊടിയൊന്നും കഴിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പം ചിലപ്പോൾ ചോദിക്കും മുട്ട കഴിക്കാം, മുട്ടയുടെ മഞ്ഞ കഴിക്കാമെന്ന് ചോദിച്ചാൽ കഴിക്കാം. അത് പല പഠനങ്ങളും പല രീതിയിലാണ് അതിന് മറുപടി പറയുന്നത്. എന്തായാലും വെള്ളം കഴിക്കാം. അപ്പോൾ മുട്ട കഴിക്കാം, പയറുവർഗ്ഗങ്ങൾ നമ്മൾ കഴിക്കാം. പക്ഷേ ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പാല് കുടിക്കാവോ? കുടിക്കാം. കുടിച്ചുകൂടാ? ഫാറ്റ് നമ്മൾ പറഞ്ഞ പാലൊക്കെ കിട്ടാറുണ്ട്. നമ്മൾ പാല് കുടിക്കുന്ന മെയിൻലി കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ എന്നുള്ള രീതിയിലാണ് അത്. പക്ഷേ ഇനി ചിലർക്ക് അലർജി, അങ്ങനെ ആയുർവേദവും ഹോമിയോ ഒക്കെ ചിലപ്പം പാല് കുടിച്ച് അലർജി വരുമെന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ അലർജി, ഡെഫിനറ്റ്ലി ഫുഡ് അലർജി ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഈ സാറ് പറഞ്ഞതുപോലെ ഫാറ്റ് കണ്ടൻറ്റ് കുറഞ്ഞ മിൽക്കുകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. നമ്മളൊരു കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ. എന്തുകൊണ്ടാണ് കാൽഷ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്? വൈറ്റമിൻ ഡി, കാൽഷ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്താണ്?
എല്ലിൻ്റെ ബലം വന്നില്ലെങ്കിൽ എന്ത് പറ്റും? ഫ്രാക്ചറോട് എന്നും വീണ് കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടും. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഈ ഹോർമോണൽ ചേഞ്ച് വരുന്നത് കാരണം ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാൽഷ്യം നമുക്ക് അത്യാവശ്യം പാല്, മുട്ട ഇതെല്ലാം കാര്യമായിട്ട് കഴിക്കണം. പിന്നെ നല്ല ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കണം. പിന്നെ വൈറ്റമിൻ ഡി നമ്മൾ സൂര്യപ്രകാശമാണ് പ്രധാന സ്രോതസ്സ്. അപ്പം രാവിലത്തെ വെയിലെങ്കിലും കൊണ്ടാൽ അങ്ങനെ. പക്ഷേ ഇപ്പം അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും വൈറ്റമിൻ ഡി ചെയ്ത് നോക്കിയാലും അളവിൽ കുറവായിരിക്കും. അങ്ങനെ നമ്മൾ സപ്ലിമെൻ്റ് എടുക്കാം. വൈറ്റമിൻ ഡി ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയപ്പെടുന്ന കാർഡിയാക് ഡിസീസ് ആയാലും എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ വെള്ളം നമുക്ക് അറിയാമല്ലോ, നമ്മൾ ഒരു ദിവസം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും അല്ലേ 8 ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം കുടിക്കണമെന്ന് പറയും. ബട്ട് ഡിപ്പെൻസ് അപ്പോൺ നമ്മുടെ അസുഖങ്ങളും ഇതും അനുസരിച്ച്. പിന്നെ ഇപ്പം റെസ്പിറേറ്ററി ചുമയൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചൊരു മ്യൂക്കോലൈറ്റിക് ആക്ഷനാണ്. കുറച്ചുകൂടെ കഫം ഒക്കെ ഒരു മ്യൂക്കോലൈറ്റായിട്ട് ഇറങ്ങി നമുക്ക് പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങൾ അതിനകത്ത് വരും. പിന്നെ ഫൈബർ റിച്ച് ആണ്. ഈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ വലിയ വലിയ സാധനങ്ങളിലേക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് തോന്നും. പിന്നെ ഡയബറ്റിക് ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞായിട്ടുള്ള, മധുരം അധികം പഴുക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കഴിക്കുക എന്നുള്ള ഒരു കാര്യം. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഒരു കാരണവശാലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാതെ ഇരിക്കരുത്. അത് നമ്മളെ കൂടുതൽ നമ്മളെ ഒതുക്കും. അപ്പോൾ പറ്റുന്ന രീതിയിൽ ചെയ്യുക. അത് ഗ്രേഡഡ് ആയിട്ട് തന്നെ കുറച്ച് കൂട്ടിക്കൊണ്ട് പോവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നടക്കുമ്പോൾ, സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ഒരു ചെറിയ ശ്വാസം മുട്ടൽ വരും. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളവിടെ ഇച്ചിരി റെസ്റ്റ് എടുത്തിട്ട് നല്ലൊരു ഡീപ്പ് ബ്രത്ത് എടുക്കുക. ഒരു 3-4 തവണ. അതിനകത്ത് വേറെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുത്ത് ഇതിന് പുറത്തോട്ടും കൂടെ ഊതി വിടണം. അങ്ങനെ ആ കാർബൺ ഡൈ ഓക്സൈഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പുറത്തോട്ട് പോയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളെ ഓക്സിജൻ നമ്മൾ ഇതിലൂടെ നമ്മൾ എടുക്കുകയാണ്. ആ എടുത്ത് പിന്നെ നമ്മൾ ഇരുന്നുകൊണ്ട് ഈ ബ്രീത്തിങ് എക്സസൈസ് യോഗയൊക്കെ ചെയ്ത് നമ്മളെല്ലാവരും കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ ശരിയാവില്ല. അല്ലെ, സാറ് പറഞ്ഞതുപോലെ യോഗ ഇറ്റ്സ് ഗുഡ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അത് നമ്മൾ ഇപ്പം അത് അലോപ്പതി ആയാലും ആയുർവേദമായാലും സാർ നമ്മുടെ ഗൈഡ് ലൈൻസ് പറയുന്നത് ആഴ്ചയിൽ ഒരു അരമണിക്കൂർ വെച്ച് 5 ദിവസമെങ്കിലും നടക്കാം. അതായത് 150 മിനിറ്റ് ഒരാഴ്ചയിൽ. അതാണ് മിനിമം. മാക്സിമം നമുക്ക് എത്ര വേണോ ഇപ്പോൾ മാക്സിമം എത്ര വേണോ ഇപ്പോൾ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് മിനിമം ഇത്രയെങ്കിലും. ഇതാണ് ഹെൽത്തി വാക്കിംഗ് ആയിട്ട് നമ്മൾ പറയുന്നത്. മില്ലറ്റ്സ്, ധാന്യങ്ങൾ, സീരിയൽസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനകത്ത് നമ്മളിപ്പം മില്ലറ്റ്സിൻ്റെ ഒരു അഡീഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ കണ്ടൻസും കൂടെയാണ്. അത് ശരിക്കും നല്ലതാണ്. പക്ഷെ നമുക്കൊരു കൾച്ചർ ഇല്ല, മില്ലറ്റിൻ്റെ കൾച്ചർ. കാര്യം ഈ അവിടെയാണ് നോർത്ത് ഈസ്റ്റ് നോർത്തേൺ സൈഡിലാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. മില്ലറ്റ്സ് ആർ ഗുഡ്. നമ്മുടെ ഇതിനൊരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഫൈബർ കൂടുതലാണ്, ഫൈബർ റിച്ച് ആണ്. ഈ വൈറ്റമിൻ B6 മറ്റ് 12 ഇതെല്ലാം നല്ല. മില്ലറ്റ് ഈസ് ഗുഡ് ആക്ച്വലി. അപ്പം അത് പക്ഷെ നമുക്ക് എല്ലാവർക്കും പിടിക്കില്ല. നമ്മുടെ കുറച്ച് ക്വാണ്ടിറ്റി മതി. നമ്മൾ പെട്ടെന്ന് ഫുൾനെസ് വരുമായിരിക്കും. നമ്മളല്ലേ കൂടുതൽ കഴിക്കാതിരിക്കാനും. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ രുചിയില്ല, നമുക്ക് പിടിക്കില്ല. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് രുചി പറഞ്ഞാൽ ഉപ്പ് ഏറ്റവും കൂടുതൽ വേണം. നമ്മുടെ പ്രശ്നം ഉപ്പ്. ഇതെല്ലാം നമ്മുടെ സ്പൈസി. പിന്നെ നമ്മൾ കുറയ്ക്കേണ്ട ഒരു സാധനം സ്പൈസ്. അത് പ്രശ്നമാണ്. അത് സ്പൈസ് വളരെ ഇതിന് ഗ്യാസ്ട്രൈറ്റിസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും, അൾസർ ഉണ്ടാവും. അപ്പോൾ അതറിയാലോ. പിന്നെ അതിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. അപ്പോൾ സ്പൈസ് ഡെഫിനറ്റ്ലി വി ഷുഡ് റെഡ്യൂസ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ ഉപ്പ്, ഈ സോൾട്ട് കുറയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിനി ഈ സോഡിയം കുറയുന്ന ഒരു നമ്മൾ കുറയ്ക്കുമ്പം മൊത്തത്തിൽ അങ്ങ് കുറയ്ക്കുകയല്ല. അപ്പോൾ നമ്മൾ അത് ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയും വേണം. ഈ സോൾട്ടിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന കൂടാതെ തന്നെ നമ്മൾ കഴിക്കുന്ന വേറെ എല്ലാത്തിലും ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ ഇടുന്നത് മാത്രമല്ല സോഡിയം. നമ്മളിപ്പോൾ ഒരു ചിപ്സ് ഒരെണ്ണം കഴിച്ചാൽ പോലും അതിനകത്ത് കണ്ട. പക്ഷെ നമ്മൾ മോണിറ്റർ ചെയ്യാൻ എളുപ്പം ഈ സോഡിയം കുറയാതിരിക്കുക. ഈ എൽഡർലി ഏജ് ഗ്രൂപ്പിൽ
നമുക്കൊരു പ്രശ്നം വരാറുണ്ട്, ഈ ഹൈപ്പോനെട്രീമിയ, അതായത് സോഡിയം കുറഞ്ഞു പോകുന്ന അവസ്ഥ. ആ അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ഇടയ്ക്ക് മുറയ്ക്കും നമ്മൾ സോഡിയം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഉപ്പ് കൂടുതൽ ഉപയോഗിക്കാതെ മിതമായിട്ട് ഉപയോഗിക്കുക. മറ്റ് ഫുഡുകൾ കഴിക്കുന്നതിനകത്തുള്ള കണ്ടൻറ്റ് നമ്മൾ ഒരിക്കലും ഇത് വായിക്കാറില്ല. എന്തുവാ പാക്കറ്റ്? ഇപ്പം നമ്മളൊന്നും അധികം ഉപയോഗിക്കില്ലായിരിക്കും, പക്ഷേ കുട്ടികളാണ് പോലും ചെയ്യുന്ന. ഇപ്പോൾ ലേസ് മേടിക്കുക, അതിനകത്ത് കണ്ടൻറ്റ് എത്രയാണ്, എത്ര സോഡിയം എത്ര ഉണ്ടെന്ന് ഒരിക്കലും നമ്മൾ വായിക്കാറില്ല. ഇപ്പോൾ ആപ്പുകളെല്ലാം ഉണ്ട്, നിങ്ങൾ ഇതിൻ്റെ അതിലെ സോഡിയം ഇത്ര ഒരു ചിപ്സിൽ ഇത്ര സോഡിയം എന്ന് വരെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ നോക്കണം, അതിനകത്ത് പല സാധനങ്ങളും ഉണ്ടാവും. ആ കണ്ടൻസ് നമ്മൾ പാക്കറ്റ് വായിച്ചിട്ട് അത് മനസ്സിലാക്കി ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമുക്കൊരു ഐഡിയ തരും എത്രമാത്രം അവൈലബിളാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സമയമുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു യൂസ് ടു ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത് പറ്റുമായിരിക്കും. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ ഷുഗർ, ഈ പഞ്ചസാര ഇപ്പം നമ്മൾ പൊതുവിൽ കുറയ്ക്കുക എന്നുള്ളത്. പക്ഷേ ഏത് സാധനവും നമ്മൾ ഈ കുറയ്ക്കുക എന്ന് പറയുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ എന്താണ് പ്രശ്നം? ഉപയോഗിക്കുമ്പോഴും അത് എത്ര ഉപയോഗിക്കുന്നു, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒന്നും ഇത് കഴിക്കാതെ ഒന്നും എക്സസൈസ് ഇതൊന്നും ചെയ്യാതെ ഇത് അടിച്ച് കയറ്റിക്കൊണ്ടിരുന്നാൽ ഇതവിടെ അത് എനർജി ആയിട്ട് നമ്മൾ വെളിയിലോട്ട് വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ ഡയബറ്റിക്സ് ഉള്ള ആൾക്കാർ ഷുഗർ നോക്കണം. അതിൻ്റെ ഒരു ഇതുണ്ട്, ഹൈപ്പോഗ്ലൈസീമിയ. ഇപ്പം ഇൻസുലിൻ എടുക്കുന്നവരും മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഈ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ വേറൊരു കാര്യം ഓർമ്മപ്പെടുത്തുള്ളത് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു ചെറിയ കാര്യമാണ് ഈ ചൂട്. നമ്മുടെ ക്ലൈമറ്റ് ഇപ്പം മാറിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാവും ഇല്ലേ? കേരളത്തിൽ ഇപ്പോൾ ഇന്ന് നല്ല ചൂടായിരിക്കും, നാളെ മഴ പെയ്യും അല്ലേ? നമ്മുടെ ക്ലൈമറ്റ് കാലാവസ്ഥ വ്യതിയാനം വളരെയധികം നമ്മുടെ ഇതിനകത്ത് ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഒരു പ്രശ്നം ഞാൻ ആ ഒരു പോയിന്റ് പറയാം. നിങ്ങളത് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചൂട് കൂടി കഴിഞ്ഞാൽ പ്രശ്നം എന്താ ഉണ്ടാവുക? വേർത്ത് നമ്മുടെ ബോഡിയുടെ മെക്കാനിസമാണ് നമ്മുടെ ചൂട് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ബോഡിയെ തണുപ്പിക്കുക എന്നുള്ള മെക്കാനിസം. അതിനാണ് നമ്മൾ വേർക്കുന്നത്. ഈ വേർക്കുമ്പം എന്ത് പറ്റും? ഇതിനകത്തുള്ള നമ്മുടെ സോഡിയവും ലവണങ്ങളും ഇതെല്ലാം പുറത്തോട്ട് പോകും. അപ്പോൾ നമ്മൾ അത് തിരിച്ച് എങ്ങനെ കൊടുക്കണം? അത് തിരിച്ച് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും നമ്മുടെ പ്രശ്നങ്ങളും ചൂട് കാരണമുള്ള ഇപ്പം പൊതുവിലെ നമ്മൾ പോകുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരാൾക്കിപ്പോൾ ക്യാൻസർ വന്നാൽ, എക്സാമ്പിൾ, ഒരാൾ ക്യാൻസർ വന്നാൽ അയാൾ മരിക്കും. അയാൾ മരിച്ചത് എന്തുകൊണ്ടാണ്? ക്യാൻസർ കൊണ്ട് മരിച്ചു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ക്യാൻസർ ആണെങ്കിൽ പോലും നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ, സ്റ്റേജ് കൂടിപ്പോയാൽ മാത്രമേ പ്രശ്നമുള്ളൂ. കൃത്യമായിട്ട് ചികിത്സയുണ്ട്. ഇനി ഒരു അറ്റാക്ക് വന്നൊരു വ്യക്തിയാണ്, അയാൾ മരിക്കും. നമ്മളെന്തു പറയും? അയാൾ അറ്റാക്ക് വന്ന് അല്ല ഹാർട്ടിന് അസുഖം ഉണ്ടായിരുന്നു, മരിച്ചു പോകും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഈ മരിക്കുന്നതൊന്നും അതുകൊണ്ടായിരിക്കില്ല. ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞത് ചൂടുകാലം, ഈ മാർച്ച് ഏപ്രിൽ കൊടുമ്പിൽ നിൽക്കുന്ന നമ്മൾ സൂര്യാഘാതമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയം. നമ്മൾ കേരളത്തിൽ സൂര്യാഘാതം ഉണ്ടല്ലോ അല്ലേ? ഈ വർഷം തന്നെ 3-4 മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 8 മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ സമയത്ത് നമ്മൾ ഇത് ഇതെന്തുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നത് വെച്ചാൽ, എസ്പെഷ്യലി ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങൾ, എൽഡർലി പോപ്പുലേഷൻ എന്ന് പറയുന്ന, അവർക്ക് ഇതിൻ്റെ ഒരു ഇൻഫർമേഷനോ ആരും നോക്കാനോ ഇല്ലാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ലിവിങ് എലോൺ എന്ന് കേരളത്തിൽ 13 മുതൽ 15% എൽഡർലി പോപ്പുലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി പത്തനംതിട്ട, കോട്ടയം പോലുള്ള ജില്ലകളിൽ അത് 40% ആ റേഞ്ചിൽ ഉണ്ട്. പുതിയ സെൻസസ് വരുമ്പോഴേ കൃത്യമായിട്ട് നമുക്ക് കണക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ വളരെ കൂടുതലാണ്. പക്ഷേ ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടാതെ പോകുന്നൊരു സാഹചര്യമുണ്ട്. ഞാൻ ലിങ്ക് ചെയ്ത് പറയുന്ന വേറൊന്നും കൊണ്ടല്ല, അവർ മരിക്കുന്നത് ചിലപ്പോൾ വെള്ളം കുടിക്കാത്തതുകൊണ്ടായി. ഈ ചൂടുള്ള സമയത്ത് ഈ ഒരു വെള്ളം കുടിക്കണമെന്നോ, വെള്ളം കൃത്യമായിട്ട് കുടിച്ചിരുന്നെങ്കിൽ എന്താ പറയുക, ഈ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വന്ന കാരണമായിരിക്കും നമ്മൾ മരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കുന്നൊരു ഈ ഡയൂറടെക്സ് കഴിക്കുന്ന ആൾക്കാരാണ്, മൂത്രം അല്ലേ, നമ്മളിപ്പോൾ പ്രഷറിന് കഴിക്കുമ്പോൾ ചിലപ്പോൾ യൂറിൻ കൂടുതൽ പോകുന്ന ഇത് കാണും. അത്തരത്തിലുള്ള രോഗികൾ വെള്ളം ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് മനസ്സിലായി കൂടുതൽ കുടിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? വെള്ളം നമ്മുടെ ഇതിനും ഡീഹൈഡ്രേഷനും പോവും,
മൂത്രവുമായിട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ യൂറിനറി ഇൻഫെക്ഷൻ വരാം, ക്രിയാറ്റിൻ വരാം, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരാം. അപ്പോൾ നമ്മൾ ഈ മൾട്ടി കോമോറിറ്റി ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ കാലാവസ്ഥ നമ്മുടെ കേരളത്തിലെ കോണ്ടെക്സ്റ്റിൽ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അതിനെ കൂടെ അഡ്രസ്സ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ട, എസ്പെഷ്യലി ഈ കാലാവസ്ഥ ഈ പറയുന്ന സാധനത്തിന് വൾണറബിളായിട്ട് പറയുന്നത് മെയിനായിട്ട് രണ്ട് ഗ്രൂപ്പാണ്. ഒന്ന് എൽഡർലി. നിങ്ങൾ എവിടെ എടുത്ത് ലിറ്ററേച്ചർ എടുത്ത് നോക്കിച്ചാലും എല്ലായിടത്തും എഴുതി വയ്ക്കും എന്താണ് എൽഡർലി. രണ്ടാമത്തത് 5 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്. അതായത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊപ്പമാണ് നമ്മൾ എൽഡർലി പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ 60 തൊട്ട് 74 വരെ ഒരു ഇത് പറയുമല്ലോ, യങ് എൽഡർലി എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് പീഡിയാട്രിക്സ്, എൽഡർലിയിലെ കുഞ്ഞുങ്ങൾ. അതാണ് ഇപ്പോഴത്തെ ഒരു ടേം ഉപയോഗിക്കുന്നത്. 60 മുതൽ 74 വയസ്സ് വരെ, 74 മുതൽ 85 വരെ മിഡിൽ, മോർ ദാൻ 85 ആണ് ശരിക്കും ഇപ്പോൾ കൃത്യമായി ശരിക്കുമുള്ള സീനിയർ സിറ്റിസൺ. അല്ല, അത് ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ് ശരിക്കും. നമ്മളെ കുട്ടികളെ പോലെ ആ സമയത്ത് നമ്മൾ ഇരിക്കുകയാണ്. കാര്യം അതെന്തുകൊണ്ടാണ് ഫിസിയോളജിക്കൽ മെക്കാനിസത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന അവരുടേത് ഡെവലപ്പായിട്ടില്ല. നമ്മൾ ഡെവലപ്പായത് അതിൻ്റെ ഒരു നാച്ചുറൽ ഇതിലൂടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമാണുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന്, എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് എനിക്കറിയാം, പറയുന്നേ ഉള്ളൂ. ഒരു കാര്യം കൂടെ പറയാം, വാക്സിനേഷൻ. നിങ്ങൾ എത്ര പേര് ന്യൂമോകോക്കൽ വാക്സിൻ എടുത്തിട്ടുണ്ട്? 5 പേര്. ശരിക്കും അത് എല്ലാവരും എടുക്കണം. 2 ന്യൂമോകോക്കൽ വാക്സിൻ എന്ന് പറയും, ന്യൂമോണിയ വരാതിരിക്കാനുള്ള വാക്സിൻ. ഒറ്റ ഡോസെങ്കിലും സാർ എടുത്തിട്ടുണ്ട്. സാധാരണ പറയുന്ന 65 വയസ്സിന് മേളിൽ, യൂറോപ്പിലൊക്കെ ഇത് ഇൻഷുറൻസ് സ്കീമിലും എല്ലാം അവർ റെഗുലറായിട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ന്യൂമോണിയ വരുന്നത് ഒരിക്കലും നമ്മൾ അതിൻ്റെ സിവിയർ സ്റ്റേജിലേക്ക് പോകത്തില്ല. 2 വാക്സിൻസാണ് നമ്മൾ എടുക്കാൻ. ഇൻഫ്ലുവൻസ വാക്സിൻ, ന്യൂമോകോക്കൽ വാക്സിൻ. ഇൻഫ്ലുവൻസ വാക്സിൻ എല്ലാ വർഷവും നമ്മൾ, അതാണ് വൈറൽ ഇൻഫെക്ഷൻസ് എല്ലാം, കോവിഡ് ആയാലും അതുപോലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് സീസണലാണത്. ആ സാധനങ്ങളെല്ലാം നമ്മളെ വന്നാൽ ഇങ്ങനെ ജസ്റ്റ് തട്ടിയിട്ടങ്ങ് പോകും. ഇപ്പം ഇതിനെ വാക്സിൻസ് എതിരെയുള്ള ആൾക്കാരൊക്കെ കാണും, ഇഷ്ടമില്ലാത്തവരും കാണും, എടുക്കണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ ഒരു എൽഡർലി പിന്നെ എസ്പെഷ്യലി വിത്ത് ക്രോണിക് ഡിസീസ്, നമുക്ക് എന്തെങ്കിലും ഹാർട്ടിന് അസുഖമോ, നമുക്ക് ക്യാൻസറിൻ്റെ അസുഖമോ, നമുക്ക് ഈ പറയുന്ന പോലെ വേറെ COPD-യോ റെസ്പിറേറ്ററി ശ്വാസകോശ സംബന്ധ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ടേക്ക്. ചിലപ്പോൾ 1000-1200 രൂപ വരുമായിരിക്കും. പക്ഷേ ഗവൺമെൻറ് ഇപ്പോൾ BPL പോപ്പുലേഷന് ഫ്രീ ആയിട്ട് കൊണ്ടുവരും. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഫ്രീ ആയിട്ട് ഇൻഫ്ലുവൻസ കൊടുക്കാൻ സാധ്യമില്ല, ന്യൂമോകോക്കൽ വാക്സിൻ ഇപ്പം കൊടുക്കും. ബഡ്ജറ്റിൽ ഇപ്പോൾ പുതിയ ഡിപ്പാർട്ട്മെൻറ്റും വന്നിട്ടുണ്ടല്ലോ വയോജനങ്ങൾക്ക് വേണ്ടി, അത് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഒന്ന്, ന്യൂമോകോക്കൽ ഒരു പ്രാവശ്യം എടുത്താൽ 65 വയസ്സിന് ഒരു പ്രാവശ്യം എടുത്താൽ മതി സാർ. അത് ബൂസ്റ്റർ, ചില ആൾക്കാർക്ക് ബൂസ്റ്റർ, ഇപ്പോൾ നേരത്തെ എടുത്ത് വേറെ സ്ട്രെയിൻ ആണെങ്കിൽ എടുക്കാം. അറ്റ്ലീസ്റ്റ് ഈ വാലൻ 20 എന്നും പറഞ്ഞൊരു സാധനമുണ്ട്, അത് അറ്റ്ലീസ്റ്റ് 1 ഡോസെങ്കിലും എടുത്താൽ കുറേ കവർ ചെയ്യും, നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ കുറയും. എന്താണ് നമ്മൾ ആശുപത്രിയിൽ പോയി ന്യൂമോണിയ പിടിച്ച് കിടക്കേണ്ട ഇത് വരും. കാര്യം എന്തുകൊണ്ടാണ് അത് പറയുന്നത്? നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും, പ്രതിരോധ ശേഷി കുറയും. ഈ പ്രതിരോധ ശേഷി കുറയുമ്പോൾ വഴി കൂടെ പോണതെല്ലാം നമുക്ക് കയറി പിടിക്കാൻ സാധ്യതയാണ്. അപ്പോൾ നല്ല ഡയബറ്റിക് ആയിട്ടുള്ളൊരു ഈ ഹാർട്ട്നെസ് ഉള്ളവർ എന്തെങ്കിലും കോമോർബിഡിറ്റി ഡെഫിനറ്റ്ലി യു ഷുഡ് ടേക്ക് എന്ന് മാത്രമേ പറയുള്ളൂ. ഇൻഫ്ലുവൻസ വാക്സിൻ പറ്റുമെങ്കിൽ ഇയർലി എടുത്തു കഴിഞ്ഞാൽ ഈ വഴി കൂടെ പോകുന്ന വൈറൽ സാധനങ്ങളൊക്കെ ഒരുവിധം ഇത് പോകും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് സീരിയസ് ആയിട്ട്, അതായത് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ലങ്സിൽ വരാനുള്ള സാധ്യത കുറയും. രണ്ടാമത്തത് ഹോസ്പിറ്റലിൽ നമ്മൾ വരും, ചെറിയ ജലദോഷപ്പനി പോലെയൊക്കെ വന്നിട്ട് അങ്ങ് പോവും. ഈ ഒരു കാര്യം കൂടെ നമ്മൾ അതിനകത്ത് കൊണ്ടുവരുന്ന നല്ലതായിരിക്കും. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ട ഒരു സാധനം പറ്റുമെങ്കിൽ, ദാറ്റ് ഈസ് എക്സസൈസ്, മെമ്മറി എക്സസൈസ്. നമ്മൾ ഡിമെൻഷ്യ, അതാണ് അറിയാമല്ലോ, പലതരത്തിൽ അൾഷിമേഴ്സ് ഡിസീസ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ഡിമെൻഷ്യ ഉണ്ട്. നമുക്ക് തന്നെ ഇപ്പോൾ പേര് ഓർക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ? ഇപ്പോൾ നിങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് കൊണ്ടുവരാം. അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല, മെമ്മറി എക്സസൈസ്. കുറേ വലിയ വലിയ സാധനങ്ങളുണ്ടാവും, ചെറിയ സാധനം എന്താണ്, ഇപ്പം ഞാൻ ഇത്രയും എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാലും ശരി, നല്ല കാര്യം പറഞ്ഞാലും ശരി, ഇത്രയും സമയം പറഞ്ഞ 10 പോയിന്റ് നിങ്ങൾ ഇത് കഴിഞ്ഞൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയാണ് ഇല്ലേ? നമ്മൾ വീട്ടിൽ ഇന്ന് എന്തൊക്കെ നടന്നു, രാത്രി കിടക്കാൻ നേരത്ത്
ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ആ സമയത്ത് ഞാൻ എവിടെ പോയി, എവിടെ വന്നു, എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ റീകോൾ എക്സസൈസ്. അത് ഏത് തരത്തിലാണ്? ഇനി നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരുടെ പേരൊക്കെ ഒന്ന് ചുമ്മാ റീകളക്ട് ചെയ്താൽ. പിന്നെ ഉണ്ട് സുഡോക്കു ഒക്കെ കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കളിക്കുക. എപ്പോഴും ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പുസ്തകം വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇപ്പോൾ എല്ലാം നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മളെല്ലാം മൊബൈൽ, വായനാശൈലി ഇല്ല. ബട്ട് പുസ്തകം, ആ പുസ്തകം പേജ് നമ്മുടെ മെമ്മറിയിൽ വരും. അപ്പോൾ അത് നമ്മൾ ഇതിലോട്ട് പിടിക്കുക. ഇപ്പം നമ്മൾ പത്രം പോലും ഇപ്പം വായിക്കുന്നില്ല, ഈ പേപ്പറാണ്. ഇപ്പം ഈ പേപ്പറാണ്. അപ്പോൾ ആ ഡിജിറ്റൽ പ്രശ്നത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കില്ലല്ല ഒരു സൈഡിൽ കൂടെ പോകുന്നു. കോഗ്നിഷണൽ ബ്രെയിൻ. അതെ സാർ കൃത്യമായിട്ടുള്ള വാക്കുകളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ആ ഒരു ലെവലിൽ അറിയില്ല, എന്നാലും ഞാൻ പറയുള്ളൂ. അല്ല, കറക്റ്റാണ്. ആ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്കാണ് ഈ സാധനങ്ങൾ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ മെമ്മറി എക്സസൈസ് കൊള്ളണം എന്നാണ്. നിങ്ങൾക്ക് തന്നെ ഒരു ടാസ്ക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് ഒരു ഇത് ചെയ്യാം, ഇത് ചെയ്താൻ പറ്റി കഴിഞ്ഞാൽ അത് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഇപ്പോൾ ഇരിക്കും പോലെ ആയിരിക്കില്ല 10 വർഷം കഴിഞ്ഞിരിക്കുന്നത്. അല്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണോ? അതെ, സംസാരിക്കുന്നത് വേണം. നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും നമ്മൾ ഒതുങ്ങി പോകാൻ പാടില്ല. അല്ല, അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഇതിലോട്ട് പോകണം. പിന്നെ അപ്പോൾ അതൊന്ന് മെമ്മറിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിൻ്റെ മെമ്മറി എക്സസൈസ് അതൊക്കെ ഡിഫൈൻ ചെയ്ത് ഡിമെൻഷ്യ. പിന്നെ വേറൊരു കാര്യം, ഈ ഉറക്കം, അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. നമ്മുടെ ആരോഗ്യത്തിന് കാര്യം ഇത് മെറ്റബോളിക്. പിന്നെ ഇതിനകത്ത് കൂർക്കം വലിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. കൂർക്കം വലി നമ്മൾ സമ്മതിക്കില്ല. ഇടയ്ക്കുണ്ട് കൂർക്കം വലി. അതൊരു അസുഖമാണ്. ഓക്കെ, അപ്പം അത് ഇപ്പം ഇപ്പം കൂടുതലും നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടെ, നമ്മളെ കൂടെ കിടക്കുന്ന ആൾക്ക് അത് അറിയാൻ പറ്റും. നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല കൂർക്കം വലിയുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ കൂർക്കം വലിക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ ഈ തടസ്സമാണ്. നമ്മുടെ ഒരു എയർ മൂക്കിൽ കൂടെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ മൂക്കിൽ കൂടെ നമ്മൾ ശ്വാസം എടുക്കുകയാണല്ലോ. അപ്പോൾ എയർ വേണ്ട. ഈ വായിൽ കൊണ്ട് നമ്മൾ ഓറോഫാരിങ്സ് എന്നൊക്കെ പറയും. മൂക്കിൽ കൂടെ വായിൽ കൂടെ ഇങ്ങനെ നമ്മുടെ എയർ, ഓക്സിജൻ, ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഓക്സിജൻ വേണമെന്ന് പറയും. പക്ഷേ എന്ത് പറ്റും? ഈ നമ്മൾ കിടക്കുമ്പോൾ ഈ നാക്കൊക്കെല്ലാം വന്ന് അടയും ഇല്ലേ? പിന്നെ എന്തെങ്കിലും ഇവിടെ ഷോർട്ട് പല ഇതുണ്ട് പല്ലിൽ. അതും വേറൊരു ഇമ്പോർട്ടൻസ് തന്നെയാണ്. പല്ല് ശ്രദ്ധിക്കണം. ഫുഡ് നല്ലവണ്ണം ചവച്ചരച്ച് കഴിക്കണമെങ്കിൽ, ഡൈജസ്റ്റൻ ഇതൊക്കെ വേണമെങ്കിലും പല്ല് വേണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു അതുപോലെ ഡേഞ്ചർ ഉള്ള സാധനങ്ങൾ ഇതെല്ലാം വന്ന് തടയുമ്പോൾ എന്ത് പറ്റും? ഇങ്ങോട്ടേക്ക് പോകത്തില്ല. അപ്പോഴാണ് നമ്മളൊരു കുഴലിൽ കൂടെ എന്തെങ്കിലും അടഞ്ഞിരിക്കുമ്പോൾ കേൾക്കും പോലെ സൗണ്ട് കേൾക്കുന്നത്. ഇത് പോകുമ്പോൾ ഓക്സിജൻ കിട്ടത്തില്ല. നമ്മൾ ഈ കൂർക്കം വലിക്കുന്നവർക്ക് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്നാണ് അതിന് പറയുന്നത്. തടസ്സം കാരണം ഈ ഓക്സിജൻ താഴോട്ട് പോകാതെ വരികയും നമ്മൾ വളരെ ബുദ്ധിമുട്ടിലേക്ക് മാറുകയും ചെയ്യുന്നൊരു അപ്പം അതെന്ത് കിട്ടും? ഇത് പ്രഷർ. ഇപ്പം ഒരു അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ ഒരാൾക്ക് ഒരു റീസൺ ഇതാണ്. എന്താണ്? എത്ര മരുന്ന് കഴിച്ചിട്ടും എന്ത് കുറയുന്നില്ല? BP ഷുഗറും കുറയുന്നില്ല. ഒരു റീസൺ ഇതാണ്. കാര്യം ഈ ഒരു സമയത്ത് ഈ ഓക്സിജൻ ഇല്ല, നമുക്ക് കിട്ടാതെ വരുന്ന സമയത്ത് നമ്മുടെ മെറ്റബോളിക് പ്രവർത്തനങ്ങളെല്ലാം മാറും. ഹോർമോണൽ ചേഞ്ചസ് ബോഡിയിൽ കാണുന്നുണ്ട്. ഈ നല്ല ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉള്ളവർ കുറച്ച് ഉറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചാടി എണീക്കും, വീണ്ടും കിടക്കും, കുറച്ച് കഴിയുമ്പം വീണ്ടും ഇടും. ഇത് കണ്ടുപിടിക്കാൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? സ്ലീപ്പ് സ്റ്റഡിയോ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒന്നുമില്ല, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ 1-2 മോണിറ്ററൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടിരിക്കും. അപ്പോൾ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, ഞാൻ എൻ്റെ ഉറക്കത്തിനിടയിൽ 1 മണിക്കൂറിന് അകം 10 പ്രാവശ്യം ചാടി എണീക്കും. അവിടെ അങ്ങനെ ഒരു ഇതുണ്ട്, അപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് നമ്മളുണ്ടെങ്കിൽ, പക്ഷെ അതിന് ചിലതൊക്കെ കറക്റ്റ് ചെയ്യാം. ഈ വായിലൊക്കെ ഉള്ള ഡെഞ്ചൽ മൂക്ക് അങ്ങനെയൊക്കെയുള്ള പ്രശ്നം കറക്റ്റ് ചെയ്യാം. പറ്റാത്ത സാധനമാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ CPAP എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട് അല്ലേ? ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. അത് വെച്ചിട്ട് കിടന്നാൽ സുഖമായിട്ട്, ഒരു പ്രശ്നമേ ഉള്ളൂ, നമ്മൾ എവിടെ ഉറങ്ങാൻ പോകണമെങ്കിൽ ഈ സാധനം വേണം. പക്ഷെ അതൊരു പ്രശ്നമല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കാരണം മറ്റ് അസുഖങ്ങളെല്ലാം കുറയും. ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്താണ്?
ഈ നിങ്ങളൊക്കെ ഇപ്പോൾ വണ്ടി ഓടിക്കില്ലായിരിക്കും, ഈ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോവും, എവിടെ ഇരുന്നാലും ഉറങ്ങിപ്പോവും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, പല ആൾക്കാർ നമ്മൾ രണ്ട് രീതിയിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ ഇൻട്രസ്റ്റ് ഇല്ലാതെ വരുന്ന ഉറങ്ങാം, പക്ഷേ എന്ത് ചെയ്താലും ടി വി കാണാതിരിക്കുന്നു, ഉറങ്ങിപ്പോവും. നമ്മൾ പത്രം വായിക്കാതിരിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പം ഉറങ്ങിപ്പോവും. മീറ്റിങ്ങുകളിലിരിക്കുന്നു, നോക്കുമ്പം ഇരുന്നുറങ്ങും. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഉറങ്ങുന്നു, പക്ഷേ ശരിക്കും അവിടെ എന്താണ് അതിൻ്റെ റീസൺ ഇതാണ്. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വേറൊരു വശം എന്ന് വെച്ചാൽ ഇത് കാരണം അത് പറയണമെന്നല്ല, സ്പോട്ട് നമ്മളെന്താണ് പലരും പറഞ്ഞിട്ടില്ലേ, അവിടെ മരിച്ചു കിടന്നു, രാവിലെ എണീറ്റപ്പോൾ ആൾ സുഖമായിട്ട് മരിച്ചു എന്നൊക്കെ പറയുന്നു. ഓൺ ഇതിൽ നമുക്ക് കാര്യം അത്രയും ഓക്സിജൻ നമ്മൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്ലീപ്പ് അപ്നിയ നമ്മൾ മനസ്സിൽ സ്ലീപ്പ് ഹൈജീൻ, കിടക്കുന്നതിന് മുമ്പ് ഇത് സാധനങ്ങളൊന്നും ഉപയോഗിക്കരുതെന്നുള്ളതാണ് ഇല്ലേ. ഈ സാധനങ്ങളിത് ഉപയോഗിച്ചാൽ നമ്മുടെ അത് ഉറക്കം ഇതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്നയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 6 മണിക്ക് നിർത്തിക്കോണം. സ്ലീപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിന് 8 മണിക്കൂർ, 7 to 8 അതാണ് സർ ഐഡിയൽ. നമ്മളിപ്പം കുറേ എത്ര വേണോ നമുക്ക് 6 മണിക്കൂർ, 7 to 8 ആണ് നമ്മൾ പറയുക. സാറിന് എത്ര മണിക്കൂർ വേണോ കൂടുതൽ ഉറങ്ങുന്നത് കുഴപ്പമില്ല, പക്ഷെ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റബോളിക് സ്ട്രെസ്സാണ് സാർ ഉണ്ടാകുന്നത്. ഉറക്കത്തിൻ്റെ ഈ പറഞ്ഞ മെറ്റബോളിക് സ്ട്രെസ്സാണ്. അത് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഡയറക്റ്റായിട്ട് നമ്മുടെ മറ്റ് അസുഖങ്ങളിലേക്കും മറ്റ് പാരാമീറ്റേഴ്സിലേക്കും ബയോകെമിക്കലായിട്ട് ഇത് ചെയ്യുന്നത്, അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് എടുക്കുക. ഉറക്കത്തിൻ്റെ പ്രശ്നം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇനിയും ഉണ്ട്. ഞാൻ കൂടുതൽ ഇനി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക്